നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുവരെ കുട്ടികൾ അവിടെ കിടന്ന് കരഞ്ഞോട്ടെന്നാണോ? ഞാൻ പാലെടുക്കാൻ പോകുന്നത് നീ കണ്ടതല്ലേ? നീ അതെടുത്തോണ്ട് പോയിട്ട് കൊച്ചുങ്ങൾക്ക് പാൽ കൊടുത്തേ. എന്റെ ചേച്ചി ഇത് അത്യാവശ്യമായിട്ട് കൊടുക്കാനുള്ളതാ. ഞാൻ എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയൊന്നല്ല ഇത് ചെയ്യുന്നത്, എല്ലാവർക്കും കൂടെ വേണ്ടിയാ. പിന്നെ നീ തയ്ച്ചുണ്ടാക്കുന്ന കാശുകൊണ്ടാണല്ലോ ഈ കുടുംബം പുലരുന്നത്. അങ്ങനെയൊന്നും ആരോടും പറഞ്ഞേക്കല്ലേ ചീരു. അച്ഛന്റെ പെൻഷനും രഘുവേട്ടന്റെ ശമ്പളം കൂടെ ഉള്ളതുകൊണ്ടാ ഈ വീടിപ്പോ അല്ലലില്ലാതെ കഴിഞ്ഞു പോകുന്നത്. അതിന്റെ കൂടെ അവള് ജോലി ചെയ്ത് എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലല്ലോ ചേച്ചി. അവൾ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ആണോ? കേട്ടപ്പോ എനിക്ക് തോന്നി അവള് തയ്യൽ മെഷീൻ ചവിട്ടിൽ നിർത്തിയാ ഈ വീട് പട്ടിണിയായി പോകുന്നു. കുട്ടികൾക്ക് കൊണ്ടുകൊടുക്ക്. ചേച്ചി, എനിക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോ ചില നേരത്തെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ പോയി മക്കളെ എടുക്ക് ചേരൂ. ചെല്ല്. അച്ഛനൊക്കെ ചൂടുവെള്ളം കൊണ്ടുവാ. ദേ അച്ഛൻ വന്നു. ആ ദാ വരുന്നച്ചാ. ചേച്ചി അച്ഛന് വെള്ളം കൊടുക്ക്, ഞാൻ മക്കൾക്ക് പാല് കൊടുക്കട്ടെ. അച്ഛൻ ഈ മഴയത്ത് എവിടെയായിരുന്നു ഇത്രയും നേരം? ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലല്ലോ. ആ പ്രിൻസിപ്പലിനെ കണ്ട് ഇറങ്ങിയ ശേഷം സെക്രട്ടറിയുടെ വീട് വരെ ഒന്ന് പോയി. അമ്പല കമ്മിറ്റിയുടെ ചില കണക്കുകൾ നോക്കി കൊടുക്കാനുണ്ടായിരുന്നു. അവിടുന്ന് അവർ നിർബന്ധിച്ചപ്പോ 2 ദോശ അച്ഛൻ കഴിച്ചു. പ്രിൻസിപ്പലിനെ കണ്ടിട്ട് എന്താ അച്ഛാ? മഞ്ചാടിക്ക് എവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലേ? മഞ്ചാടി മോളെ എവിടെയാ? കിടക്കണോ? അല്ലച്ചാ, അവള് മുറിയിലുണ്ട്. അഡ്മിഷൻ കിട്ടിയില്ലേ ചാ? ഇല്ല മോളെ. അയ്യോ. നേരത്തെ ചില വാർത്തകളിൽ ഇടം പിടിക്കുകയും പിന്നീട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തൊരു കുട്ടിയെ തൽക്കാലം കോളേജിൽ എടുക്കാൻ മാനേജ്മെന്റിന് താല്പര്യമില്ലെന്നാ പറഞ്ഞേ. മോളെ, മഞ്ചാടി ഇത് അറിയണ്ട. അവളോട് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അച്ഛന് പരിചയമുള്ള ആളല്ലേ അച്ഛാ പ്രിൻസിപ്പള്? എന്നിട്ടും അദ്ദേഹം അത് പരമാവധി ശ്രമിച്ചു നോക്കിയെന്നാ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമൊന്നും കാര്യമായില്ലല്ലോ. മാനേജ്മെന്റും പാരന്റ്സ് അസോസിയേഷനും ഒക്കെ അല്ലേ ഇപ്പൊ കോളേജ് നിയന്ത്രിക്കുന്നത്. അഡ്മിഷൻ കിട്ടില്ലെന്ന് അറിയുമ്പോ മഞ്ചാടിക്ക് വിഷമാവില്ലേ അച്ഛാ? ചേച്ചി, അച്ഛ, അഡ്മിഷന്റെ കാര്യം എന്തായി? പ്രിൻസിപ്പൽ എന്തു പറഞ്ഞു? എന്തു പറഞ്ഞു അച്ഛ? അത് മോളെ, ഈ അഡ്മിഷൻ തരുന്ന കാര്യത്തിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ എക്സാം ഒക്കെ അടുത്തിരിക്കുമ്പോ ഇതുവരെ പഠിച്ച കോളേജിൽ നിന്ന് TC തരില്ലെന്ന പ്രിൻസിപ്പൽ പറഞ്ഞത്. അത് നമുക്ക് എങ്ങനെങ്കിലും വാങ്ങിക്കാച്ചാ. എന്റെ സിറ്റുവേഷൻ അവർക്ക് അറിയാവുന്നല്ലേ. എനിക്ക് എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. പരീക്ഷയ്ക്ക് ഇനി 3-4 മാസമല്ലേ ഉള്ളൂ മഞ്ചാടി. ഇത്തവണ നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് നെക്സ്റ്റ് ഇയർ പുതിയ കോളേജ് നോക്കാലോ. അതെ മോളെ, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എക്സാം എഴുതാനുള്ള അറ്റൻഡൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം. മോള് വീട്ടിലിരുന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മാത്രം മതി അല്ലേ? അതൊന്നും പറ്റില്ല അച്ഛ. വീട്ടിലിരിക്കുമ്പോ മനസ്സിനെ അലട്ടുന്ന ചിന്തകളല്ലാതെ വേറൊന്നും വരില്ല. ഇനി എന്റെ തലവെല്ലാം കയറണമെങ്കിൽ മുടങ്ങാതെ ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ ക്ലാസ് കുറെ മിസ്സായി. അതൊക്കെ ആരുടെയെങ്കിലും നോട്ട്സ് വാങ്ങി പഠിച്ച് മാനേജ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഇനിയുള്ള പോർഷൻസ് മിസ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് അച്ഛാ, എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കിത്താ. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വട്ടുപിടിക്കും. നീ
ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ മഞ്ചാടി? അച്ഛൻ നിനക്ക് വേണ്ടി പറ്റുന്നൊക്കെ ചെയ്യുന്നില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ചേച്ചി. അതുപോലെ അച്ഛൻ എന്റെ കാര്യത്തില് എന്ത് തീരുമാനിച്ചാലും ഞാനത് അനുസരിക്കുന്നില്ലേ? അച്ഛാ, ഈ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തന്നാ മതി. വേറൊന്നും ഞാൻ അച്ഛനോട് ആവശ്യപ്പെടില്ല. മോളെ, അത് അച്ഛനൊന്നും പറയണ്ട. എനിക്ക് ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചേ പറ്റൂ. എന്നെ പഠിപ്പിക്കാൻ വീണ്ടും വിടൂന്ന് പറഞ്ഞോണ്ടാ ബാക്കി എല്ലാത്തിനും ഞാൻ സമ്മതിച്ചത്. മോളെ, മോളെ മഞ്ചാടി വേണ്ടല്ലോ. അവളോടൊന്നും പറയണ്ട, അവള് വെക്കട്ടെ. അച്ഛാ, അവള് പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ? എത്ര പെട്ടെന്ന് അവളുടെ സ്വഭാവവും ഭാവവും ഒക്കെ മാറുന്നത്. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു രീതി ഇതാ. ഇവിടെ മാത്രമല്ല, സെക്രട്ടറിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നം. അവർക്കാകെ 2 മക്കളാ. 2 പേർക്കും കാനഡയിൽ പോയി പഠിക്കണത്രേ. സെക്രട്ടറി പറയുന്നത് കുടുംബം വിറ്റാലും അതിനുള്ള കാശ് കണ്ടെത്താൻ പറ്റില്ലെന്നാ. പിന്നെന്ത് ചെയ്യും? അതുപോലെയാണോ അച്ഛ ഇവളുടെ കാര്യം? അവൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തെന്നെങ്കിലും അവൾ ഓർമ്മിക്കണ്ടേ? മോളെ, അവരുടെ ഭാഷയിൽ അതൊക്കെ നമ്മുടെ കടമ. ശാസിച്ചതുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല. അതുകൊണ്ടെന്താ, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക.